എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയേണ്ടത് വളരെ ചുരുങ്ങിയ സമയത്തിലാണ് നമ്മൾ സിനിമയിൽ വരുന്നത്. പക്ഷേ വളരെ വലിയൊരു സിനിമയിലാണ് ചുരുങ്ങിയ സമയത്ത് ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ അത്രയും വലിയൊരു സിനിമയിൽ എനിക്ക് അവസരം വന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷെരീഫ് ഖാനോട് താങ്ക്സ് പറയട്ടെ. കാരണം അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി എന്നെ ചിന്തിപ്പിച്ച് ഹനാൻ ഈ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറയാനുള്ള റീസൺ ഷെരീഫ് ഖാൻ എന്നുള്ളൊരു പേഴ്സണാലിറ്റി എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ്. ഷെരീഫ് ഖാൻ്റെ ക്യാരക്ടറും ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ഷെരീഫ് ഖാൻ നമ്മളൊക്കെ കാണുന്നത് ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് മാത്രമാണ് ഞാൻ ഈ കാട്ടാളൻ സഞ്ചരിക്കുന്ന ലോകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ചിത്രം, അതിനുശേഷം വരുന്ന ചിത്രം എന്ന നിലയിൽ മാർക്കോ എന്ന് പറയുന്ന ചിത്രം, അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു തരത്തിലുള്ള വയലൻറ്റ് ആയിട്ടുള്ള ഒരു ടെറിഫിക് ആയിട്ടുള്ള ഒരു മൂവി, അതിന് ഒരു ഇൻ്റർനാഷണൽ അക്ലെയിം കിട്ടി. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മാർക്കോയ്ക്ക് ശേഷം വരുന്ന കാട്ടാളനിൽ എന്തുമാത്രം വയലൻസ് ഉണ്ടെന്ന്.